കാലത്ത് എഴുന്നേറ്റപ്പോ അമ്മയുടെ അടുക്കളയിൽ നിന്നുള്ള സൗണ്ട് ഒന്നും കേൾക്കാനില്ല. റൂമിൽ പോയി നോക്കിയപ്പോ അമ്മ കിടന്ന് ഉറങ്ങും. ഇതെന്താ അല്പം എന്ന് വിചാരിച്ച് ക്ലോക്ക് നോക്കിയപ്പോഴേക്കും മനസ്സിലായത് സമയം നട്ടുച്ചയെന്ന്. അമ്മ കാലത്തെ പണികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാണ്. വെറുതെ ആളെ ചവിട്ട് വാങ്ങണ്ടാന്ന് ഒരു മൂലയ്ക്ക് പോയി പല്ല് വയ്ക്കുമ്പോ വരുന്നൊരു വിളി. പക്ഷെ ആ ചോറ് ഇന്നത്തെ അടിമച്ചോറാന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല കേട്ടാ. ചോറിന് കഴിഞ്ഞപ്പോ എന്നോട് പറയാ 2 നാളികേരം പൊളിച്ചു തരുമെന്ന്. എന്തായാലും സ്നേഹത്തോടെ ചോറ് തന്നല്ലേ, അത് പൊളിച്ചു കൊടുക്കാന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ഒരു വാഴ കൊലച്ചിക്കണത് ഞാൻ കണ്ടത്. ആരും കാണേണ്ടത് അടിച്ചു മാറ്റി കടയിൽ കൊണ്ട് കാശാക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പതേ പിന്നീട് വീണ്ടും ഒരു വിളി. ഡാ അമ്മക്ക് കൊല്ലൊന്ന് വെട്ടി തന്നേന്ന്. കൊല പോയ വിഷമത്തിൽ നിൽക്കുമ്പോ എന്നോട് വിളിച്ചിട്ട് പറയാ ഈ ലൂബിക്കായി മൊത്തം നമുക്ക് പൊട്ടിക്കാന്ന്. അങ്ങനെ അതും പൊട്ടിച്ചു കൊടുത്തു. ലൂബിക്കായും പോയി. അങ്ങനെ ആ വഴിക്ക് വീടിന്റെ ഫ്രണ്ടിൽ പോയി നോക്കുമ്പോ നമ്മുടെ കിളിക്കൂട്ടിൽ മുട്ടയില്ല. ആ മുട്ടയും പോയി. അത് കഴിഞ്ഞ അമ്മ എന്നെ വിളിച്ചോണ്ട് പോയി മേമയുടെ വീട്ടിൽ നിന്ന് ഒരു ചക്കിടി പിച്ചു. ഹനുമാൻ മരുത്താമലും പിടിച്ച് പോണ മാതിരി ഒരു മുതല് പോണ കണ്ട. പക്ഷെ ചോറ് തന്നു എന്നുള്ളതിന്റെ പേരിൽ എന്നെ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ചക്കിടിപ്പിച്ചു, നാളികേരം പൊളിപ്പിച്ചു, വാഴക്കല വെട്ടിച്ചു, ലൂബിക്കായ പൊട്ടിച്ചു. ഇതെന്താ ഞാൻ ബംഗാളിയാ? അതിന്റെ ഇടയിൽ പിന്നിൽ വീണ്ടും ഒരു വിളി. ദേ മരത്തിന്റെ കൊമ്പൊന്ന് വെട്ടാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോ അമ്മ ചോദിക്കുക, അയ്യോ എനിക്ക് വേണ്ടേ 10 രൂപ ചോറ് എന്നിട്ട് 10,000 രൂപ പണിയെടുപ്പിക്കാനല്ലേ? അപ്പൊ ശരിട്ടാ. ബംഗാളി പണി എടുക്കാണ്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ.